നമസ്തേ. സുഭാഷിതം. ഇന്ദ്രിയാണി ച സംയമ്യ ഭഗവത് പണ്ഡിതോ നരഃ ദേശകാലബലം ജ്ഞാത്വാ സർവകാര്യാണി സാധയേത്. പണ്ഡിതൻ കൊക്കിനെ പോലെ ഇന്ദ്രിയ സംയമനത്തോടെ ദേശം, കാലം, ബലം ഇവ തിരിച്ചറിഞ്ഞതിന് ശേഷം പ്രവർത്തിക്കുകയും കാര്യം സാധിക്കുകയും ചെയ്യണം. ഇതാണ് ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം പറയുന്നത്. അപ്പോൾ പണ്ഡിതൻ ആരെ പോലെ ആയിരിക്കണം? കൊക്കിനെ പോലെ ആയിരിക്കണം. ഇന്ദ്രിയ സംയമനത്തോടെ, ഇന്ദ്രിയങ്ങൾക്ക് വളരെ കൃത്യമായ അവബോധമുണ്ടായിരിക്കണം. ആ ദേശം മനസ്സിലായിരിക്കണം. കാലം, ഇതേത് വിധത്തിലുള്ള സന്ദർഭമാണ് എന്നുള്ള വ്യക്തത ഉണ്ടായിരിക്കണം. പിന്നെ ബലം എന്നുള്ളത് പല വിധത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. ബലവാനായിരിക്കണം, അല്ലെങ്കിൽ ബലമുള്ള രീതിയിലായിരിക്കണം തൻ്റെ ഇടപാടുകളൊക്കെ ചെയ്യേണ്ടത്. എവിടെയും ശക്തമായ ഇടപാടുകൾക്കായിരിക്കും എവിടെയും അതിൻ്റെ ഒരു പ്രതിഫലനം പൂർണ്ണതയോടുകൂടി നല്ല റിസൾട്ട് ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് ഇവ മൂന്നും എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷമേ പണ്ഡിതന്മാർ പ്രവർത്തിക്കാവൂ. എങ്കിൽ മാത്രമേ ഏതു കാര്യവും സാധിക്കാൻ പറ്റുകയുള്ളൂ എന്നിവിടെ സുഭാഷിതം സൂചിപ്പിക്കുകയാണ്. നമസ്തേ.